ലീഗുകാരോടൊരു വാക്ക്, ഞാൻ ലീഗുകാരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, മനസ്സുകൊണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടൊരു വാക്ക്, ദയവ് ചെയ്തിട്ട് മുസ്ലിം ലീഗിനെ ഉള്ളിൽ നിന്ന് തകർക്കരുതേ, ഒരിക്കലും ഉള്ളിൽ നിന്ന് തകർക്കരുതേ എന്ന് മാത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ലീഗുകാരോടും പറയാണ്. ഒരിക്കലും അതിനെ തകർത്തെറിയരുത്. അതിന്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയില്ല. ലീഗിന്റെ എതിരാളിയായ ഒരാൾ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിമനോഹരമായി, മുസ്ലിം ലീഗ് എങ്ങാനും ഇല്ലാതെയായാൽ അവസാനം ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പിന്നെ 50 ആണ്ടുകൾ കഴിഞ്ഞു പോയാലും ഈ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്ന്, 50 വർഷം പിന്നിട്ട് പോയാലും ഇന്നത്തെ സുസ്ഥിരമായ ഒരു അവസ്ഥയെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ വരില്ല എന്ന്. അതുകൊണ്ട് യശസ്സോടെ നമ്മൾ പറയുന്നു, നമ്മൾ ഇതിന്റെ ഹരിതാഭത്തിന്റെ കൂടെ ഉണ്ടാകും, മനോഹരമായി നമ്മൾ ഉണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പേ ഒരുപാട് കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അഥവാ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മരിക്കുന്നതിന് മുമ്പേ ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. മരണത്തിന് മുമ്പേ ഈ പഠനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് എന്നും ശക്തമായ പ്രസ്ഥാനമായി മുന്നോട്ട് പോകട്ടെ. ആരെങ്കിലും ഇതിനെ എതിർക്കാൻ വേണ്ടി വരുമ്പോ യൂണിറ്റിയോടെ, ഐക്യത്തോടെ അതിനെതിരിടാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഇത് വാസ്തവം തന്നെയല്ലേ? 50 ആണ്ടല്ല 500 വർഷം കഴിഞ്ഞാൽ പോലും ഈ പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാം ലീഗിൻ്റെ പ്രബോധനങ്ങളും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇതേപോലൊരു മുഹമ്മദ് നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ജനിക്കുമോ? ആയതിലേക്ക് നമുക്ക് കാത്തിരിക്കുവാനോ കാണുവാനോ കഴിയുമോ? അതുകൊണ്ട് ഇത് 50 വർഷമല്ല 500 വർഷമായാലും അസൂയ മനോഭാവത്തോടുകൂടി ഇസ്ലാമിനെ തകർക്കുവാൻ, മുസ്ലിം ലീഗിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന മനസ്സുകൾ മനസ്സിലാക്കുക. ഇത്രയും പരിശുദ്ധമായൊരു മതത്തെ വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് കഴിയുന്നതല്ല. നമ്മളെ വരും തലമുറയ്ക്ക് അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.